പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ജമരിയുടെ പുതപ്പ് ഈ കഥ കേൾക്കൂ. എൻ്റെ കോലാപ്പി, നിന്റെ രൂപം കണ്ടാ മതി. കോലുപോലുള്ള ദേഹം, കട്ടി കുറഞ്ഞ രോമം. കഷ്ടം കഷ്ടം. തണുപ്പ് കാലം വരുമ്പോൾ നീ വല്ലാതെ ബുദ്ധിമുട്ടും. കോലാട്ടിൻ പെണ്ണേ കൂട്ടുകാരി, കോലാപ്പി നിൻ രൂപം എത്ര കഷ്ടം. ആകെ മെലിഞ്ഞുള്ള നിന്റെ രോമം കാണുമ്പോൾ തന്നെ ചിരി വരുന്നു. അമ്മു ആട്ടിൻകുട്ടിയോട് ജമരി ചെമ്മരിയാട് അഹങ്കാരത്തോടെ പറഞ്ഞു. പ്രകൃതി തന്ന രൂപവും നിറവും രോമവുമാണിത്. എനിക്കിതിൽ യാതൊരു അഭിമാനക്കുറവുമില്ല. അമ്മു മറുപടി നൽകി. നല്ല തണുപ്പുകാലം വരട്ടെ, അപ്പോഴറിയാം എന്നു പറഞ്ഞ് ജമരി തല വെട്ടിച്ച് നടന്നുപോയി. നാളുകൾ കടന്നുപോയി. തണുപ്പുകാലം അടുക്കാറായപ്പോൾ ഒരു ദിവസം ജമരിയുടെ യജമാനൻ അവളെ ബലമായി പിടിച്ച് കെട്ടിയിട്ട് ദേഹത്തെ രോമമെല്ലാം മുറിച്ചെടുത്തു. അവൾ സങ്കടത്തോടെ ഉറക്കെ നിലവിളിച്ചിട്ടും കാര്യമുണ്ടായില്ല. കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന അമ്മുവിനോട് അവളുടെ സഹോദരൻ പറഞ്ഞു, നമ്മളെ പാലിനു വേണ്ടി വളർത്തുന്നത് പോലെ രോമത്തിനു വേണ്ടിയാണ് ചെമ്മരിയാടുകളെ വളർത്തുന്നത്. അതെന്തിനാ? അമ്മുവിന് ആശ്ചര്യമായി. മനുഷ്യന് തണുപ്പ് മാറ്റാൻ ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന പുതപ്പും കുപ്പായവും ഉപകരിക്കും. പാവം ജമരി. അവൾ തണുത്തു വിറയ്ക്കുമ്പോൾ മനുഷ്യർ കമ്പിളിക്കുപ്പായവും ഇട്ടു നടക്കും. ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മുവിന് സങ്കടമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ജമരിയെ സ്വതന്ത്രയാക്കി. അമ്മു ഓടിച്ചെന്നു. കൂട്ടുകാരി, പ്രകൃതി തന്ന രോമക്കുപ്പായത്തിൽ അഹങ്കരിച്ച് ഞാൻ നിന്നെ കളിയാക്കി. ഇപ്പോഴിതാ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയായി. തണുപ്പ് ശീലമുള്ള നിനക്ക് ആ പ്രശ്നമില്ല, ജമരി വേദനയോടെ പറഞ്ഞു. അത് കേട്ട് അമ്മു സങ്കടത്തോടെ കൂട്ടുകാരിയുടെ ദേഹത്ത് മുട്ടിയുരുമ്മി.